ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ശ്രുതിയും മീരയും കൂടിയിട്ട് പോയി മീരാനെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ആത്മഹത്യ ചെയ്യുക അല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലെന്ന് പറയുമ്പോൾ മീരാൻ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അങ്ങനെ സച്ചി ഇങ്ങനെ ഹോളിൽ ഇരിക്കുമ്പോഴേക്കും രണ്ട് പോലീസുകാർ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് രവീന്ദ്രന്റെ വീടാണോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അതേന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഉള്ളിൽ നിന്ന് വരുമ്പോൾ പോലീസുകാർ വന്നതൊന്നും അറിയുന്നില്ല കേട്ടോ. പോലീസുകാരെ കാണുന്നതേ ചോദിക്കുന്നുണ്ട്. എന്താ ഇവൻ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചിട്ട് ഇവനെ കൊണ്ടുപോകാനാണോ നിങ്ങൾ വന്നത്? കുറെ നാളായിട്ട് വീട്ടിലേക്കൊന്നും പോലീസുകാരെ കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അതെ, എന്തായാലും നിങ്ങൾ അങ്ങനെ അങ്ങ് ആഗ്രഹിക്കണ്ട. എന്നെ അന്വേഷിച്ചല്ല, അച്ഛനെ അന്വേഷിച്ചാണ് പോലീസുകാർ വന്നതെന്നേ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അതെ അച്ഛനെ അന്വേഷിച്ച് പോലീസുകാർ വന്നിരിക്കുന്നു എന്ന് സച്ചി പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ ഓടി രവിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അയ്യോ രവിയേട്ടാ, പോലീസുകാര് കൊണ്ടുപോകാനും വേണ്ടി മാത്രം രവിയേട്ടന് എന്ത് തെറ്റാ ചെയ്തത്? അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യുവേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ കുറെ ഡ്രാമയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ രവി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, ദേ ചന്ദ്രൻ, ഒരാളെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ വന്നെന്ന് കരുതിയിട്ട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ നീ അങ്ങോട്ടേക്ക് മാറി നിൽക്കെന്നും പറഞ്ഞ് ചന്ദ്രമതിനെ മാറ്റി നിർത്തിയിട്ട് പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ രവി ചെന്നിട്ട് പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, സാർ, ഞാനാണ് രവീന്ദ്രൻ, എന്തിനാണ് സാർ എന്നെ അന്വേഷിച്ചതെന്നേ? അതെ, ഞങ്ങൾ എന്തെങ്കിലും പറയാനായിട്ട് ഇവിടെ ഉള്ളവർ സമ്മതിക്കണമല്ലോ. നിങ്ങൾ ആളാം പ്രതി ഇഷ്ടമുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയണേ. സോറി സാർ, അതെ, അകത്തേക്ക് കയറി വന്നാട്ടെ എന്നും പറഞ്ഞിട്ട് രവി അകത്തേക്ക് വിളിച്ചിരുത്തുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ എന്തിനാണെന്ന് അറിയത്തില്ലല്ലോ, ഞാൻ ഓർത്തു നിങ്ങൾ എന്തിനെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെന്ന്. ഈ സമയം പോലീസുകാർ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരുന്നല്ലോ, അതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ പാസ്പോർട്ട് എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് സാർ, ഞങ്ങൾ ഫാമിലിയായിട്ട് മലേഷ്യ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണെന്നാണ് രവി മറുപടി കൊടുക്കുന്നത്. ഈ സമയം സുധിയും വന്നിട്ട് പറയുന്നുണ്ട്, അതിനായിരുന്നു പോലീസുകാർ വന്നത്. ഞാൻ വിചാരിച്ചു ഇവരെ പിടിച്ചോണ്ട് പോകാനാണെന്ന്. അല്ലെങ്കിലും നീ നിന്റെ അമ്മ ചിന്തിക്കുന്നത് പോലെ തന്നെയല്ലേ ചിന്തിക്കുള്ളൂ എന്നിങ്ങനെ സച്ചിൻ മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ പറയുന്നുണ്ട്, ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ ഉണ്ടല്ലോ, എല്ലാവരുടെയും ID പ്രൂഫ് എടുത്തിട്ട് വാന്നും പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ശ്രുതി പറഞ്ഞതനുസരിച്ചിട്ട് ശ്രുതിയുടെ ഇളയച്ചൻ വീരാൻ ഉണ്ടല്ലോ, അയാള് ഗേറ്റ് കടന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട്. കയറി വരുമ്പോ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ തന്നെ പെറുപുറത്തുകൊണ്ട് വരിക കേട്ടോ. ഈ ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിക്കുന്ന നേരത്ത് വല്ല സിനിമയിലോ സീരിയലിലോ അഭിനയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടു പോയേനെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഈ സമയം രവീന്ദ്രനോട് നമ്മുടെ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, അല്ല മലേഷ്യയിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോന്നേ? ചന്ദ്രമതി ഈ സമയം കയറി പറയുന്നുണ്ട്, എൻ്റെ മൂത്ത മരുമകളുടെ വീട് അവിടെയാണ്, അവളുടെ വീട്ടിലും പോയിട്ട് ഞങ്ങൾക്ക് തങ്ങാനാണ്, പിന്നെ നാടെല്ലാം കാണാനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ ചന്ദ്രമതി മറുപടി കൊടുക്കുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി പെട്ടെന്ന് തന്നെ മലേഷ്യയിലുള്ള ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണെന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ശ്രുതി ഇടയിൽ കയറി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഇപ്പോൾ അവിടെ ഇല്ല, വേൾഡ് ടൂറിലാണ് ഉള്ളതെന്നേ. പെട്ടെന്ന് തന്നെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തിനാണ് ഇവളിപ്പോ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞതെന്ന്. എന്താടി, എന്തിനാ നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞ് ശ്രുതി എന്ന് ചോദിക്കുന്ന സമയത്താണ് ശ്രുതി പറയുന്നത്, അതാ ആന്റി, ഇനി ജയിലിലാണെന്നൊക്കെ പറഞ്ഞ വെരിഫിക്കേഷന് എന്തെങ്കിലും തടസ്സം ഉണ്ടായാലോ, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതിയും ഈ കാര്യം പെട്ടെന്ന് തന്നെ പോലീസുകാരെ കേൾക്കാതെ രവീന്ദ്രനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ എത്തിയ പോലീസുകാര് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോലീസ് കേസ് ഉണ്ടോ എന്നൊക്കെ എല്ലാം ചോദിച്ച് സൈൻ ചെയ്തിട്ട് അവര് പോവാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബീരാൻ കയറി വരുന്നതേ കാണുന്നത് രണ്ട് പോലീസുകാര് ചന്ദ്രോദയത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണല്ലോ. അയ്യോ, ഞാൻ വന്ന നേരം ഇനി ശരിയായില്ലേ? ആ ശ്രുതി എങ്ങാണം ഇനി പിടിക്കപ്പെട്ടോ? ഈ വീട്ടിൽ നിറയെ പോലീസുകാരാണല്ലോ,
ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആകെ ടെൻഷൻ അടിച്ച് ബീരാൻ ഇങ്ങനെ നിൽക്കുകയാണേ. അകത്തോട്ട് കയറണോ പോകണോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയം ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ കണ്ണും കാലും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, കയറി വന്നോളൂ എന്നും പറഞ്ഞിട്ട്. എന്നാൽ ബീരാനാണ് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണേ. ബീരാന്റെ ഈ നിൽപ്പം പന്തികേട്ട് തോന്നിയിട്ട് പോലീസുകാരൻ ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അല്ല, നിങ്ങളാരാ, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുകയാണേ. പോലീസുകാരനെ കണ്ട വെപ്രാളത്തില് എന്താ ഏതാന്നൊന്നും അറിയാതെ മിണ്ടാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബീരൻ. ഈ സമയം ശ്രുതി പെട്ടെന്ന് തന്നെ ഇടയിൽ കയറി പറയുന്നുണ്ട്, അത് എൻ്റെ ഇളയച്ചനാണെന്നേ, അങ്ങോട്ട് മാറി നിൽക്കണോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ബീരാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ചന്ദ്രമതി ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റിൽ കാണിക്കാണ് കേട്ടോ. അയ്യോ, ശ്രുതിയുടെ ഇളയച്ചനോ, ഇപ്പോ വരുമെന്നൊന്നും ശ്രുതി പറഞ്ഞേ ഇല്ലല്ലോ. എന്തായാലും എന്തൊക്കെയുണ്ട്, ശ്രുതിയുടെ അച്ഛൻ എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. ഈ സമയം ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ല അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി മലേഷ്യയിലേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ സമയം രവിയും പറയുന്നുണ്ട്, അതെ സച്ചി ഒരു ടൂറ് പ്ലാൻ ചെയ്തപ്പോൾ അത് മലേഷ്യക്കാവട്ടെ, എന്നാൽ അവിടെ ചെന്നതിന് ശേഷം ശ്രുതിയുടെ അച്ഛനെയും കണ്ടിട്ട് വരാമെന്ന് കരുതിയിരിക്കുകയെന്ന് പറയുകയാണ്. ഈ സമയം ചന്ദ്രമതിയും പറയുന്നുണ്ട്, അതെ അതെ, ഞങ്ങൾ ശ്രുതിയുടെ അച്ഛന് നാട്ടിലുള്ളത് എന്താ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മേടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിൽ പോയി കണ്ടോളാന്നേ. എന്നാൽ ശ്രീകാന്ത് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, അത് അമ്മേ ജയിലിലേക്ക് അങ്ങനെ പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ലെന്നൊക്കെ കേട്ടോ. എന്നാൽ ഇതിനൊന്നും മറുപടി പറയാതെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ബീരാൻ നിൽക്കുകയാണേ. ഇത് കാണുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ ഇടപെടുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, അല്ല അങ്കിൾ എന്താ ഇത്രയും നേരമായിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ, എന്ത് പറ്റി അങ്കിൾ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയും രവിയും എല്ലാം പറയുന്നുണ്ട്, അതെ അതെ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുകയാണല്ലോ, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തേനെ. പെട്ടെന്ന് തന്നെ ബീരൻ മോളേന്ന് വിളിച്ചിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട് അങ്ങ് ഉറക്കെ കരയാണ് കേട്ടോ. അപ്പോഴേക്കും രവി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങളിങ്ങനെ ഇമോഷണൽ ആവുന്നത്, എന്താന്ന് വെച്ചാൽ കാര്യം പറയൂന്നേ. അപ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട്, ഇളയച്ചൻ എന്തിനെങ്ങനെ വല്ലാണ്ട് കരയുന്നുണ്ടല്ലോ, എന്താ ഇളയച്ച, എന്താന്ന് വെച്ചാൽ കാര്യം പറയാൻ, മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, മോളെ എന്നാലും ഇത്രയധികം ശത്രുക്കള് നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കരയാണേ. ഈ സമയം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ ഈ പറയുന്നത്, ശ്രുതിയുടെ അച്ഛന് എന്തെങ്കിലും കൂടുതൽ ശിക്ഷകൾ ലഭിച്ചോന്നേ, അതായിരുന്നെങ്കിലും സഹിക്കായിരുന്നു, എന്നാലും അദ്ദേഹത്തിനോട് ദൈവം ഇങ്ങനെ ഒരു കടുത്ത ശിക്ഷ കൊടുത്തല്ലോ, എന്തായാലും എന്തൊരു വിധിയാണ് ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ബീരാൻ ഇങ്ങനെ വീണ്ടും കരയാണ്. എല്ലാവരും ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, മോളെ നിന്റെ അച്ഛൻ ജയിലിലാക്കിയിട്ട് പോലും ആ ശത്രുക്കൾക്ക് അവർക്ക് കലി അടങ്ങിയില്ല. ജയിലിനുള്ളിൽ വെച്ച് തന്നെ ആ മറ്റൊരാളുകളെ വിട്ടിട്ട് നിന്റെ അച്ഛനെ അവരെ ഇല്ലാതാക്കി മോളയെന്നും പറഞ്ഞിട്ട് ബീരാൻ കരയാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയും ഒട്ടും മോശക്കാരി അല്ലല്ലോ. ശ്രുതി അങ്ങ് പെട്ടെന്ന് തന്നെ അലറി വിളിച്ച് പൊട്ടി കുഴഞ്ഞു വീണൊക്കെ കരയാണ്. ചന്ദ്രമതിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് ശ്രുതി ഇങ്ങനെ കരയുവാണ്, അയ്യോ എൻ്റെ അച്ഛൻ പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ആകെ അങ്ങ് വിഷമമാവുന്നുണ്ട്. നമ്മുടെ സച്ചിക്ക് മാത്രം എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഇവരുടെ എന്തോ ഒരു സെറ്റപ്പ് ആണെന്നുള്ള രീതിയിൽ. എന്നാൽ പെട്ടെന്ന് തന്നെ വർഷയും രേവതിയും കൂടിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, കറക്റ്റായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് പോരെ, ഒരു ജയിലിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് സംഭവിക്കുമെന്നേ. എന്തായാലും അതിനകത്ത് ഒരു മാറ്റവും ഇല്ല, ഇതൊക്കെ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബീരാൻ കരയാണല്ലോ. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി തല ഇങ്ങനെ ഉയർത്തി നോക്കുന്നുണ്ട്. എന്നാ രവി പറയുന്നുണ്ട്, എന്തായാലും ഇനി അതൊന്നും ഓർത്തിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് വന്ന് കാണണമെന്ന് വിചാരിച്ചതായിരുന്നു, ദൈവം അതിനെ അനുവദിച്ചില്ല. ഇനി ശ്രുതിയുടെ അച്ഛന് ചെയ്യേണ്ട മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്യണമല്ലോ എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ വീണ്ടും ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. ബീരാനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ബീരാൻ പറയുന്നുണ്ട്, അയ്യോ അതുകൂടി ചെയ്യാനായിട്ട് അവർ നമ്മളെ അനുവദിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് ബീരാൻ വീണ്ടും കരയുക.
ശ്രുതി പെട്ടെന്ന് തന്നെ വീണ്ടും എഴുന്നേറ്റിരുന്നു. അയ്യോ, എനിക്കെൻ്റെ അച്ഛനെ കാണണേ, ബാ അങ്കിൾ നമുക്കിപ്പം തന്നെ പോവാം, എനിക്കെൻ്റെ അച്ഛനെ കാണണേ എന്നും പറഞ്ഞിട്ട് വീണ്ടും ഭയങ്കര സുധി ആൻറ്റി എനിക്കെൻ്റെ അച്ഛനെ ഒന്ന് കണ്ടാൽ മതി എന്നും പറഞ്ഞിട്ടൊക്കെ ഭയങ്കര അഭിനയമാണ് കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ ബീരാൻ പറയുന്നുണ്ട്, അതെ മോളെ, അവരെ ജയിൽ വെച്ചിട്ട് അത് പോലീസുകാരും അവരുടെ കൂട്ടത്തിലുള്ള സംഘത്തിലുള്ള ആളുകളായിരുന്നു. എല്ലാവരും പണത്തിന് വേണ്ടിയിട്ട് നിന്റെ അച്ഛനെ കൊലപ്പെടുത്തിയിട്ട് ഹാർട്ട് അറ്റാക്ക് എന്നും പറഞ്ഞിട്ട് അവരവിടെ വെച്ച് തന്നെ അച്ഛനെ ദഹിപ്പിച്ച് കളഞ്ഞു മോളെന്നും പറഞ്ഞിട്ട് വീണ്ടും കരയാണ് കേട്ടോ. എൻ്റെ അച്ഛനൊരു കർമ്മങ്ങൾ പോലും ചെയ്യാൻ അവരെന്നെ അനുവദിച്ചില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുന്നത് പോലെ അങ്ങ് കിടക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് തന്നെ ബീരാനും അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. ഇതൊന്നും സ്ക്രിപ്റ്റിലില്ലായിരുന്നല്ലോ. എന്തായാലും പഴയ സ്ക്രിപ്റ്റ് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്നും പറഞ്ഞിട്ട് ബീരാൻ വീണ്ടും ഇങ്ങനെ കരയാണല്ലോ. ഈ സമയം ശ്രുതിക്കാണെങ്കിൽ വെള്ളമൊക്കെ എടുത്തിട്ട് വാ രേവതി എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതിയും കൂട്ടത്തിൽ കരയാണ്. എല്ലാവരും ഭയങ്കര വിഷമത്തിൽ രേവതി ഓടി വന്ന് വെള്ളമൊക്കെ തിളപ്പിച്ച് ശ്രുതിക്ക് കണ്ണു തുറന്നിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. ബീരൻ തകർത്ത് അഭിനയിക്കുകയാണല്ലോ. ശ്രുതി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് അങ്കിൾ എന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛനെ എൻ്റെ അടുത്ത് കൊണ്ടുപോ, ഇപ്പം തന്നെ എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ ചെയ്യുകയാണേ. എന്നാൽ ബീരനാണ് പറയുന്നുണ്ട്, മോളെ അതിന് മാത്രം നമുക്ക് കഴിയാതെ പോയല്ലോ അങ്കിൾ, എന്നാ ബാ നമുക്കിപ്പം തന്നെ മലേഷ്യയിലേക്ക് പോകണം, എൻ്റെ അച്ഛനെ ആരാ വകവരുത്തിയെന്നുള്ളത് എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ വാശി പിടിക്കുകയാണല്ലോ. പെട്ടെന്ന് തന്നെ ബീരാൻ പറയും, മോളെ ഒരിക്കലും മോളുമായിട്ട് ബന്ധപ്പെട്ടവരോ ആ നാട്ടിൽ പോലും കാലുകുത്താൻ പാടില്ല. അവര് നമ്മുടെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിന്റെ അച്ഛനെ തന്നെ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി മോളെ പോലും ഇല്ലാതാക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അങ്കിള് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ഫോണിൽ പോലും അറിയിക്കാതെ നേരിട്ട് വന്ന് പറയുന്നത്. എന്തായാലും ഈ വീട്ടില് മോള് സുരക്ഷിതമായിരിക്കുമെന്ന് അങ്കിളിന് ഉറപ്പുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന ചന്ദ്രമതി ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോൾ ശ്രുതിക്ക് കിട്ടേണ്ട സ്വത്തുക്കളൊന്നും ഇനി കിട്ടില്ലേന്നേ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചന്ദ്രമതിയെ തന്നെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിയാണെങ്കിലും രവിയുടെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ കണ്ടില്ലേ അവരിപ്പോഴും സ്വത്തിനെ കുറിച്ച് ഓർത്തിരിക്കുന്നത്. ഒരാളും മരിച്ചെന്ന് പറയുന്ന സമയത്ത് സ്വത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാണോന്നേ. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, ചന്ദ്രേ എന്താ ഇത്, ശ്രുതി ഇപ്പോൾ ഓൾറെഡി വിഷമത്തിലാണുള്ളത്, ഈ സമയത്താണോ സ്വത്തുക്കളെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്? അല്ല എന്തായാലും നമ്മുടെ മരുമകൾക്ക് വന്നു ചേരേണ്ട സ്വത്തുക്കള് എന്തായാലും വന്നു ചേരുവോ ഇല്ലയോ എന്ന് അറിയണമല്ലോ, അതിനു വേണ്ടി ചോദിച്ചാന്നേ. എന്നാ ബീരാൻ പറയുന്നുണ്ട്, അതെ ശ്രുതിക്ക് വന്നു ചേരേണ്ട സ്വത്തുക്കളെല്ലാം സമയമാകുമ്പോൾ ശ്രുതിക്ക് തന്നെ കിട്ടിക്കോളും. കോർട്ടില് ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ശ്രുതിയുടെ അച്ഛന് ശ്രുതി ഏക മകളാണല്ലോ. കോർട്ടിലെ കേസുകളെല്ലാം കഴിഞ്ഞ് നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നാൽ സ്വത്തുക്കളെല്ലാം ശ്രുതിക്ക് തന്നെ വന്നു ചേരുമെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിക്കൊരു ആശ്വാസമാകുന്നത്. മനസ്സിൽ ചന്ദ്രമതി പറയുന്നുണ്ട്, ഹോ ഇനി അച്ഛനും പോയി കൂടെ സ്വത്തും പോയെന്ന് പേടിച്ചു പോയെന്നേ. എന്നാൽ ഇത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ അച്ഛനെ പോയി, ഇനി എനിക്ക് എന്തിനാണ് ഈ സ്വത്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കരയാട്ടോ. എന്നാൽ രേവതി ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശ്രുതി എന്തായാലും നമുക്ക് ക്ഷമിച്ചേ പറ്റുള്ളൂ, നീ സമാധാനമായിട്ട് ഇരിക്കുക, കരയാതിരിക്കുന്നൊക്കെ പറഞ്ഞ് രേവതി സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഡയലോഗുകളും കാര്യങ്ങളും എല്ലാം തീർന്നല്ലോ. ഏതായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തൽക്കാലം കാര്യങ്ങൾ സോൾവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പോകട്ടെ എന്നും പറഞ്ഞിട്ട് ബീരാൻ ധൃതി വെക്കുകയാണേ. എന്നാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അല്ല വന്നതല്ലേ ഉള്ളൂ, എന്താണ് പോകാൻ ഇത്ര ധൃതിയെന്നേ? അത് കേസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ടത് ഇനി ഞാനാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാര്യം നേരിട്ട് വന്ന് അറിയിക്കണമെന്ന് ഓർത്താണ് ഞാൻ വന്നത്. ഞാൻ ഇന്ന് തന്നെ മലേഷ്യയിലേക്ക് തിരികെ പോവും. പിന്നെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് എന്നിട്ട് ബീരാൻ പറയുന്നുണ്ട്, ശ്രുതിക്ക് അമ്മയില്ലാത്ത കുട്ടിയാണ്, ഇപ്പോൾ അച്ഛനും കൂടി പോയിരിക്കുന്നു, ഇനി ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വേണം നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിനെയും ഏർപ്പാടാക്കിയിട്ടാണ് കേട്ടോ ബീരാൻ പോകാനായിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ബീരാനാണെങ്കിൽ രവിയുടെ നേരെയും തിരിഞ്ഞ് കൈകൂപ്പിയിട്ട് പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങുകയാണേ.
ശ്രുതിയുടെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ രവിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീരൻ അവിടുന്ന് പോയതിന് ശേഷം ശ്രുതി വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ശ്രുതിയെ പെട്ടെന്ന് തന്നെ ശ്രുതി പിടിച്ച് റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ സമയം രവി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി എന്തായാലും ഈ സമയം നമുക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ശ്രുതിയുടെ ഈ വിഷമത്തില് നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ. തൽക്കാലത്തേക്കിന് മലേഷ്യ ട്രിപ്പ് ക്യാൻസൽ ചെയ്തേക്കാൻ പറയാണേ. എന്നാൽ നമ്മുടെ സച്ചിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഈ ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ടാണ് പാർലറേട്ടത്തി എല്ലാം ഒപ്പിച്ചു തന്നെ. പിന്നീടായിട്ട് കാണിക്കുന്നത് ശ്രുതിയുടെ മടിയിൽ കിടന്ന് ശ്രുതി ഇങ്ങനെ കരയാണല്ലോ. ശ്രുതി നീ കരയാതെ, നിന്നെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ല. നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് വന്നിട്ട് നമുക്ക് പോയി ഒരുമിച്ച് കാണാന്നൊക്കെ വിചാരിച്ചതാണ്. നിന്റെ അച്ഛന്റെ മുഖം ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ അവര് ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും ശ്രുതിയോടൊപ്പം കരയാണ്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി എന്തായാലും നിന്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും, നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ടെന്നൊക്കെ പറയുകയാണെ. നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി എനിക്കത് മാത്രം മതി, എൻ്റെ ശ്രുതി എൻ്റെ കൂടെ എന്നും ഉണ്ടായാൽ മതി. എന്നാലും എൻ്റെ അച്ഛനെ ഒരു നോക്ക് കാണാൻ പോലും ശ്രുതിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കരയാണേ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് 2 പേർക്കും പോയി അച്ഛൻ്റെ അടുത്ത് കുറേ ദിവസം നിൽക്കണം. എന്നിട്ട് ശ്രുതിയും ഞാനും അച്ഛനും എല്ലാം ഒരുപാട് ഒന്നിച്ചുള്ള സന്തോഷ ദിവസങ്ങളൊക്കെ സ്വപ്നം കണ്ടതാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും കരയാട്ടോ. അങ്ങനെ ശ്രുതി സമാധാനിപ്പിച്ചുകൊണ്ട് ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും അങ്കിളും മരിച്ചതല്ലേ, ഇനിയിപ്പോ അങ്കിളിന്റെ ഒരു റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് അങ്കിളിനോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ട് നാളെ ഷോറൂം ഓപ്പൺ ചെയ്യുന്നില്ല എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന ശ്രുതി പെട്ടെന്ന് തന്നെ അങ്ങ് എഴുന്നേക്കുന്നുണ്ട്. ശ്രുതി അങ്ങനെ ഒരു ദിവസത്തേക്കിന് കട ലീവൊന്നും ആക്കണ്ട. അച്ഛൻ മരിക്കേണ്ടത് അച്ഛൻ മരിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ബിസിനസ് നടത്തുന്ന സമയത്ത് ഒരു സെക്കൻഡ് പോലും നമ്മൾ വെറുതെ കളയാൻ പാടില്ലെന്നേ. ഈ സമയം ശ്രുതി പറയുന്നുണ്ടോ, ആ ശരിയാ, ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞത് നല്ല കാര്യം തന്നെയാ. അദ്ദേഹം വലിയ ബിസിനസ്മാൻ അല്ലേ. എന്തായാലും എന്നാ വേണ്ടെങ്കിൽ വേണ്ട, നീ ഇവിടെ 2 ദിവസം എങ്ങും പോണ്ട, ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോളാൻ പറയാണേ. എന്നാൽ ശ്രുതിയും വീണ്ടും പറയുന്നുണ്ട്, ഇല്ല ശ്രുതി, ഇവിടെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇരിക്കുമ്പോൾ എനിക്ക് വിഷമം കൂടുതലാവത്തേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ മരിച്ചുപോയ അച്ഛൻ തിരികെ വരത്തൊന്നും ഇല്ലല്ലോ. എന്തായാലും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ശ്രുതിയുടെ കൂടെ ഷോറൂമിൽ വന്നിരുന്നാൽ എനിക്കൊരല്പം ആശ്വാസവും കിട്ടും. എനിക്ക് ശ്രുതിക്ക് ഞാനും ഉണ്ടല്ലോ. ഇനി നമുക്ക് നന്നായിട്ട് അധ്വാനിച്ച് മുമ്പോട്ട് വരണമെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയാട്ടോ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ശ്രുതിക്ക് നല്ലതെന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്തോളാൻ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ശ്രുതി കോൾ അറ്റൻഡ് ചെയ്തിട്ട് കേൾക്കാത്തതുകൊണ്ട് തന്നെ ഹലോ എന്ന് വെച്ചിട്ട് പുറത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയം ശ്രുതിയുടെ ഫോണിലേക്ക് മീരയുടെ കോള് വരുന്നുണ്ട്. എടി ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ സമയമാണോ എന്ന് ചോദിക്കാനേ. ആ പറഞ്ഞോടി എന്ന് പറയുന്നുണ്ട്. അതെ, ബീരാൻ വന്നിട്ട് എന്തായി കാര്യങ്ങള്, എല്ലാവരും അത് വിശ്വസിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബീരാൻ വന്നിട്ട് ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, ഏതാണ്ട് എല്ലാവരും വിശ്വസിച്ചതുപോലെ തന്നെയാണെന്ന് ശ്രുതി പറയുന്നുണ്ട്. എന്നാ മീര പറയുന്നുണ്ട്, എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇല്ലാത്ത ഒരച്ഛനെ ഉണ്ടാക്കിയിട്ട് ജയിലിലും ആക്കി ഇപ്പൊ അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു. എന്തായാലും നീ മിടിക്കുകയെന്നൊക്കെ പറയാട്ടോ. എന്നാ മീര വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും ഇനി അച്ഛനെ ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. എന്നാ നിന്റെ അമ്മായിയമ്മയുണ്ടല്ലോ, അച്ഛന്റെ സ്വത്തുക്കൾ ഇനി എന്ത് ചെയ്യുമെന്നും ചോദിച്ച് നീ ടെൻഷൻ അടിക്കണമല്ലോ എന്ന് പറയുന്നുണ്ട്. ശ്രുതി മീരയോട് പറയുന്നുണ്ട്, എന്തായാലും ആ സ്വത്തിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ആന്റി ചോദിച്ചിരുന്നു. പിന്നെ ഞാനിപ്പോൾ കേസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് കുറെ താമസം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയാനേ. മീര പറയുന്നുണ്ട്, അത് തന്നെയാ നിന്റെ ബുദ്ധി സമ്മതിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ സ്വത്തിന്റെ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ കോടതിയിൽ നടക്കുമ്പോൾ വർഷങ്ങൾ വേണ്ടി വരുമല്ലോ. അപ്പൊ ഈ സ്റ്റോറി തന്നെ നിങ്ങൾക്കൊരു 100 വർഷം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമെന്ന് പറയാനേ. എന്തായാലും തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ആ സച്ചിക്കും രേവതിക്കും എന്തൊക്കെയോ ഡൗട്ട് ഉണ്ടെന്നാ തോന്നുന്നത്. ആരുടെ മുമ്പിലും ഒരിക്കലും ഈ സത്യങ്ങള് വെളിപ്പെടാൻ പാടില്ല.
പിന്നെ ശ്രുതിയും ഞാനും കൂടി ചേർന്ന് ബിസിനസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവണം. അതുവരെ സച്ചിയും രേവതിയിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. ഈ വീട്ടിൽ അവരുണ്ടെങ്കിൽ എന്നെങ്കിലും പിടിക്കപ്പെടും. ഇവര് ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്നിങ്ങനെ ശ്രുതി പറയാട്ടോ. എന്തായാലും തൽക്കാലത്തേക്കിന് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തല്ലോ. എന്നാ ശരിയെന്നും പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സച്ചിൻ രേവതിയാട്ടോ. രാത്രി കിടക്കാനായിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണേ. രേവതി ആകെ വിഷമിച്ചിട്ടിങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി പാവമുണ്ട്, ഒരുപാട് രാവിലെ തൊട്ട് കരച്ചിലാണ്, വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും വന്നില്ല. അല്ലെങ്കിൽ തന്നെ സ്വന്തം അച്ഛൻ മരിച്ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒരിറുക്ക് വെള്ളം പോലും ഇറക്കാൻ പറ്റില്ലല്ലോ, അത് അനുഭവിച്ചോളാം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ പറയുകയാണേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അതല്ല രേവതി, എന്നാലും പൗഡർ എടുത്തിയുടെ അച്ഛനെ ആരോ കൊന്നെന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. അതെന്താ സച്ചിയേട്ടാ, സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? രേവതി, ശ്രുതിയുടെ അച്ഛൻ കൊലപ്പെടുത്തിയിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചെന്നല്ലേ ശ്രുതിയുടെ ഇളയച്ചൻ വന്നപ്പോൾ പറഞ്ഞത്. എന്നാൽ അതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് എവിടെ വെച്ച് ഒരു ആക്സിഡൻ്റ് ആണെങ്കിലും എവിടെ ഒരു ഹാർട്ട് അറ്റാക്കോ പെട്ടെന്നുള്ള എന്ത് മരണം നടന്നാലും ആദ്യം അറിയിക്കുന്നത് അയാളുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെയല്ലേ. പാർലർ ഏട്ടത്തേക്ക് അങ്ങനെ ഒരു കോള് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് കുറേ ദിവസമായി എന്നും പറഞ്ഞിട്ടാണ് ഇളയച്ചൻ വന്ന് പറഞ്ഞിട്ട് പോയതും. എന്തായാലും ഇതൊന്നും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ, അത് മറ്റൊരു രാജ്യമല്ലേ, അവിടുത്തെ നിയമങ്ങളൊക്കെ എന്താ എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ലല്ലോ. എന്നാലും രേവതി, അവര് അങ്ങനെ ഡെഡ് ബോഡിയൊന്നും വിട്ടുകൊടുക്കാതിരിക്കില്ലല്ലോ. ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരെ ഡെഡ് ബോഡി പോലും കാണിക്കാതെ പോലീസുകാർ തന്നെ അതെല്ലാം മറവ് ചെയ്തെന്നാ. ഇതൊന്നും നമുക്കത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ലെന്ന് പറയുകയാണേ. എന്നാലും സച്ചേട്ടാ, അത് മലേഷ്യയല്ലേ എന്നൊക്കെ രേവതി പറയുമ്പോൾ അത് തന്നെയാണ് രേവതി നമുക്ക് ഒന്നിനും പറ്റാത്തത്. കാരണം പാർലർ ഏട്ടത്തിയുടെ വിജയവും അത് തന്നെയാണ്. അവിടുത്തെ നിയമങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. രേവതി, അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ എന്തിനാ ഇത്രയും നാൾ മറച്ചു വെച്ചത്? ഇപ്പോൾ കുറേ നാളായെന്നല്ലേ അദ്ദേഹം വന്ന് പറഞ്ഞത്. രേവതി അപ്പോൾ പറയുന്നുണ്ട്, സച്ചേട്ടാ, ശ്രുതിക്ക് പെട്ടെന്ന് വിഷമമാവുമെന്ന് ഓർത്തായിരിക്കും പറയാതിരുന്നത്. എന്നാലും അതിലെന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് രേവതി. എനിക്ക് എന്തായാലും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പാർലറേട്ടത്തി എന്തൊക്കെയോ വീണ്ടും തെറ്റുകളുടെ മേലെ ഒരു തെറ്റ് മറയ്ക്കാനായിട്ട് വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. സച്ചേട്ടൻ ഇപ്പം എന്താ പറഞ്ഞു വരുന്നത്? ഇപ്പോൾ പാർലറേട്ടത്തി സ്വന്തം അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞതുപോലും വെറുതെ കള്ളത്തരമാണെന്നോ? സ്വന്തം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും മക്കള് അങ്ങനെ പറയുമോ? അച്ഛനെ കൊന്നിട്ട് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണേ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അതെ രേവതി, സ്വന്തം അച്ഛനേക്കാളും വിലയുള്ള മറ്റെന്തോ പാർലറേട്ടത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നെങ്കിലോ. സച്ചിയേട്ടനൊന്നും മിണ്ടാതിരുന്നേ. ഇപ്പോൾ സംശയിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സംശയത്തോടു കൂടിയേ കാണാൻ കഴിയുന്നുള്ളൂ. എന്തായാലും സ്വന്തം അച്ഛൻ മരിച്ചെന്നും പറഞ്ഞൊന്നും ആരും ഒരിക്കലും കള്ളത്തരമൊന്നും പറയില്ല എന്ന് രേവതി പറയുന്നുണ്ട്. രേവതി, നീ ഒന്ന് അവിടെ നിന്നേ, ഞാനൊന്ന് പറയട്ടെ എന്നും പറഞ്ഞിട്ട് സച്ചി രേവതിയെ പിടിച്ച് നിർത്തുകയാണേ. എന്താ സച്ചിയേട്ടാ, ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്. അതല്ല രേവതി, ആദ്യം തന്നെ നമ്മുടെ പാർലറേട്ടത്തി അച്ഛൻ്റെ കാര്യം എന്ത് പറഞ്ഞാലും അന്നേരം കൊച്ചച്ഛൻ അങ്കിളിനെ ഇവിടെ എത്തിക്കും. ഇളയച്ചൻ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറയും. അന്ന് താലി പിരിച്ച കോർക്കലിന് ഇപ്പോൾ അച്ഛൻ വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ ഇളയച്ചൻ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു അദ്ദേഹം എന്തോ വേൾഡ് ടൂറിൽ പോയിരിക്കുവാണെന്ന്. അങ്ങനെ അടുത്ത ഫംഗ്ഷൻ വന്നപ്പോഴോ അദ്ദേഹം മലേഷ്യയിൽ പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ ജയിലിൽ അറസ്റ്റിലായെന്ന് പറയുന്നു. ഇപ്പം തന്നെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ വീണ്ടും ഇളയച്ചൻ വന്ന് പറയുന്നു അദ്ദേഹം മരിച്ചു പോയെന്ന്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അതൊന്നും അത്ര ശരിയല്ലല്ലോ രേവതി എന്ന് പറയുകയാണേ. പെട്ടെന്ന് തന്നെ രേവതിയും ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്കും ഇപ്പോൾ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും നമ്മുടെ ശ്രുതിയെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ ബീരാനെ തപ്പി അടുത്ത ഒരു പോക്കാണ് കേട്ടോ, ഇളയച്ചനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടും. എന്നാൽ
നമ്മുടെ ബീരാനെ സച്ചിൻ രേവതിയും കൂടി നേരിട്ട് കാണുമോ, അടുത്ത ശ്രുതിയുടെ വിശേഷങ്ങൾ എന്താവും എന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.